ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം. മത്തായി സുവിശേഷം 14 അധ്യായം 22 മുതൽ 36 വരെയുള്ളതാണ് ഇന്നത്തെ ധ്യാന വിഷയം. ഏറെ അർത്ഥസമ്പുഷ്ടമായ ഒരു ആത്മീയ അനുഭവമാണ് ക്രിസ്തു ഈ തിരുവചനത്തിലൂടെ നമുക്ക് നൽകുക. അവിടുന്ന് ജനസഞ്ചയത്തെ പിരിച്ചുവിട്ടപ്പോഴേക്കും തനിക്ക് മുൻപേ വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് പോകുവാൻ ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടു. അതിനുശേഷം യേശു മലമുകളിൽ പോയി രാത്രി മുഴുവനും പ്രാർത്ഥനയിലായിരുന്നു. രാത്രിയുടെ 4-ാം യാമത്തിൽ യേശു തൻ്റെ പ്രിയ ശിഷ്യന്മാർ പ്രതിസന്ധിയിലാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവിടുന്ന് കടലിന് മീതെ നടന്ന് അവിടെ അടുക്കിലേക്ക് വന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളിൽ ഇടപെടുന്ന, പ്രതിസന്ധി അറിയുന്ന, ഉടനെ സഹായിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മൾ അറിയുക. ശിഷ്യന്മാരുടെ നൊമ്പരം തിരിച്ചറിഞ്ഞ് യേശു ഉടനെ അവരുടെ അടുക്കിലേക്ക് വരുന്നു. ഒരു ആശ്വാസത്തിൻ്റെ തണലായ, സാന്ത്വനത്തിൻ്റെ സാന്നിധ്യമായ ഒരു ദൈവം. നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ നൊമ്പരങ്ങളിലും അവൻ നിന്നോടൊപ്പം ഉണ്ടാകും. എന്നാൽ ശിഷ്യന്മാർ ഭയക്കുകയാണ്. അവർ ഭയന്ന് നിലവിളിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു. വഞ്ചി ആടി ഉലയുന്നു, തിരമാല വഞ്ചിയിൽ അടിച്ചു കയറുന്നു, കാറ്റ് പ്രതികൂലമായി വീശുന്നു, കടൽ പ്രക്ഷുബ്ധമാകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഭയന്നിരിക്കുമ്പോൾ എന്നാൽ ക്രിസ്തു ആശ്വസിപ്പിക്കാൻ വേണ്ടി അവിടെ അടുക്കിലേക്ക് വരുന്നു. എന്നാൽ ഭയത്തിൻ്റെ കണ്ണോടുകൂടി ക്രിസ്തുവിനെ നോക്കുന്ന ശിഷ്യന്മാർ കൂടുതൽ ഭയത്തോടുകൂടി നിലവിളിക്കുന്നു. എന്നാൽ യേശു അവരോട് സംസാരിച്ചു, ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുവിൻ, ഇത് ഞാനാണ്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും വേദനകളിലും ഭയപ്പാടുകളിലും ഇതാ ഒരു ദൈവം, ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുക, ഇത് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആശ്വാസത്തിൻ്റെ ബലം നൽകുന്ന ഒരു ദൈവം. പത്രോസ് പറയുന്നു, കർത്താവേ, അങ്ങാണെങ്കിൽ അങ്ങയുടെ അടുക്കിലേക്ക് കടലിന് മീതെ നടന്ന് വരുവാൻ എന്നോട് കൽപ്പിക്കുക. യേശു പറഞ്ഞു, വരിക. യേശു പറഞ്ഞ വാക്കു കേട്ട് പത്രോസ് വഞ്ചിയിൽ നിന്നിറങ്ങി യേശു കടലിന് മീതെ നടന്നതുപോലെ തന്നെ നടന്ന് യേശുവിൻ്റെ അടുക്കിലേക്ക് നീങ്ങുകയാണ്. പെട്ടെന്നാണ് അദ്ദേഹം ഈശോയുടെ തിരുമുഖത്ത് നിന്ന് കണ്ണെടുത്ത് അവൻ പ്രതിസന്ധിയിലേക്ക് നോക്കിയത്. അവൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകാം, ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? കടലിന് മധ്യേയോ? ഉയർന്നു പൊങ്ങുന്ന തിരമാലയും കാറ്റും അവനെ ഭയപ്പെടുത്തി. പെട്ടെന്ന് മുങ്ങിത്താണുപോയി. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകാവുന്ന ഒരു ദുരനുഭവം കൂടിയാണിത്. അതായത് ക്രിസ്തുവിനെ നോക്കി ജീവിതയാത്ര ചെയ്യുമ്പോൾ അത് ഏത് നടുകടലിലാണെങ്കിലും നമ്മൾ സുരക്ഷിതരായിരിക്കും. കാരണം നമ്മെ വിളിച്ചത് ക്രിസ്തുവാണ്. നാം യാത്ര ചെയ്യുന്നത് ക്രിസ്തുവിൻ്റെ അരികിലേക്കാണ്. ആ യാത്രയിൽ ഒരു പ്രതിസന്ധിയും ഉണ്ടാവില്ല. എന്നാൽ നാം സംശയിക്കുമ്പോൾ, ഭയത്തിന് വിധേയരാകുമ്പോൾ നമ്മൾ മുങ്ങിത്താണു തുടങ്ങും. നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ശാരീരിക മാനസിക വ്യഥകൾ, രോഗം, ദുഃഖ ദുരിതാനുഭവങ്ങൾ, നമ്മുടെ സ്നേഹബന്ധങ്ങളിലെ ഉലച്ചിലുകൾ, നാം പ്രതീക്ഷിക്കാത്ത ദുരനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ മുങ്ങിത്താണു പോകും. വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവം ഉണ്ടാകും. എന്നാൽ അപ്രകാരമുള്ള സാഹചര്യത്തിൽ എപ്രകാരമാണ് നാം നിലനിൽക്കേണ്ടതെന്ന് കൂടി ഇന്ന് സുവിശേഷം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പത്രോസ് താൻ മുങ്ങിത്താഴുമ്പോൾ കർത്താവിന് നേരെ കരം നീട്ടിക്കൊണ്ട് ഇങ്ങനെ നിലവിളിച്ചു, കർത്താവേ, രക്ഷിക്കണമേ. ഒരമ്മ തൻ്റെ പിഞ്ചു കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നത് പോലെ ക്രിസ്തു സ്നേഹപൂർവ്വം പത്രോസിനെ ചേർത്ത് പിടിച്ചു. അല്പവിശ്വാസി, നീ സംശയിച്ചു? ഒരു അർത്ഥവത്തായ ഒരു ചോദ്യമാണത്. ഞാൻ വിളിച്ചിട്ടല്ലേ നീ എൻ്റെ അരികിലേക്ക് വന്നത്? ഞാനാണല്ലോ നിനക്ക് അനുവാദം നൽകിയത്. എന്നിട്ടും നീ എന്തേ ഭയപ്പെട്ടു? ഞാൻ നിൻ്റെ കൂടെയില്ലേ? നീ എന്തിനു ഭയപ്പെടുന്നു? പ്രിയ ദൈവമക്കളെ, പ്രാർത്ഥന ഒരു സ്നേഹ ഇടപെടലാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലൊരു പ്രാർത്ഥന അനുഭവം എപ്പോഴും ഉണ്ടാകണം. ജീവിതത്തിൻ ഇടർച്ചകളിൽ മുങ്ങിത്താണു പോകുമ്പോൾ തമ്പുരാൻ്റെ നേർക്ക് കരം നീട്ടി നിലവിളിക്കാൻ നമുക്കൊരു ദൈവമുണ്ട്. വിളിച്ചാൽ ഉടനെ തന്നെ നമ്മെ ആ ദുരന്തത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ശക്തിയുള്ള ഒരു ദൈവം നമുക്കുണ്ട്. നാമും ദൈവവും തമ്മിലുള്ള അകലം ഒരു പ്രാർത്ഥന ദൂരം മാത്രമാണ്. ഒരു പ്രാർത്ഥന ദൂരം എത്ര ദൂരമാണ്? നിന്റെ കരം വിശ്വാസത്തോടുകൂടി തമ്പുരാൻ്റെ നേരെ ചേർത്ത് പിടിക്കുന്ന
നീട്ടിപ്പിടിക്കുന്ന ആ ഒരു ഇടമാണ് പ്രാർത്ഥന ദൂരം. ഇത്ര അകലത്തിൽ നിൻ്റെ ദൈവമുണ്ട്. ഇനിയും എന്തിന് ഭയപ്പെടണം, എന്തിന് അസ്വസ്ഥപ്പെടണം? ധൈര്യപൂർവ്വം ഒന്ന് നിലവിളിക്കുക, കർത്താവെ രക്ഷിക്കണമേ. തീർച്ചയായും അവൻ തൻ്റെ കൃപയുടെ കരം നീട്ടി നമ്മെ കോരിയെടുക്കുക തന്നെ ചെയ്യും. ഒരു ദുരന്തത്തിനും ഒരു തിന്മയ്ക്കും ഒരു ആഴിയുടെ അഗാധങ്ങളിലേക്കും അവൻ നമ്മെ വിട്ടുകൊടുക്കില്ല. കാരണം അവൻ നമ്മെ അത്രമാത്രം സ്നേഹിക്കുന്നു. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.